കൂട്ടുകാരെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വരുന്നത് ഒരു ചെടിയെ പറ്റിയും അതിൻ്റെ പൂവിനെ പറ്റിയുമാണ്. ഈ ചെടിയും പൂവും കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കണം ഇത് ഏത് ചെടിയാണ്, അല്ലെങ്കിൽ ഞാൻ ഏത് പൂവിനെ പറ്റിയാണ് പറയുന്നതെന്ന്. ഇത് കാണുന്ന ഒട്ടുമിക്കവരും ഓർക്കും എനിക്കെന്താ ഈ ചെടിയെ പറ്റിയോ അല്ലെങ്കിൽ ഈ പൂവിനെ പറ്റിയോ അറിയത്തില്ലേ എന്നായിരിക്കും മിക്കവരും ചിന്തിക്കുന്നത്. പക്ഷേ ഈ ചെടിയെ പറ്റിയും ഈ തെറ്റിപ്പൂവിനെ പറ്റിയും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ കണ്ടപ്പോൾ തന്നെ എന്നെ ഇവളുടെ അടുത്തോട്ട് ആകർഷിക്കാൻ കാരണം ഇവളുടെ നിറം തന്നെയാണ്. നിറത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്യാമറയിൽ കൂടെ കാണുമ്പോൾ ഒരു സാധാ തെറ്റി നിൽക്കുന്ന പോലെയാണ്. പക്ഷേ സാധാരണ ഇത് റിയലായിട്ട് ഇത് കാണുവാണെങ്കിൽ നമ്മുടെ ചോര കളറില്ലേ, ചുവന്ന കളറിൻ്റെ തനി ചുവപ്പ്. നമ്മൾ ചുവപ്പെന്ന് പറയുമ്പോൾ ഏതാ ഉദ്ദേശിക്കുന്നത്? ചോര കളറില്ലേ, ആ ചോരയുടെ കളറിലെ ഒരു തെറ്റിപ്പൂവാണ് ഇവിടെ നേരിട്ട് കാണുമ്പോൾ. ഇത് ക്യാമറയുടെ കുഴപ്പം കൊണ്ടാണ് ഇത് സാധാ തെറ്റി പോലെ തന്നെ കാണുന്നത്. അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവൾക്കും സന്തോഷമായി, ഞാൻ അവളെ ആകർഷിച്ചെടുക്കുന്നത് കണ്ടപ്പം. അപ്പം ഞാൻ ഓർത്തുന്ന കുറച്ച് നേരം കൂടെ അവളുടെ ചോട്ടിൽ നിന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിക്കൊണ്ടിരുന്നപ്പോൾ ഈ തെറ്റിപ്പൂവിൻ്റെ ഒക്കെ ഓണറായിട്ടുള്ള ഒരു അമ്മ എന്നോട് പറഞ്ഞു, മോളെ, അമ്പലത്തിൽ കയറാൻ പറ്റാത്തത് ആളാണെങ്കിൽ അതിൻ്റെ അടുത്തോട്ട് പോവണ്ട. കാരണം അമ്മ വേറൊന്നും രീതിയിൽ പറഞ്ഞതല്ല, ഇത് കൂടുതലും ക്ഷേത്രത്തിലോട്ട് കൊണ്ടുപോകുന്നതല്ലേ. പിന്നെ കൂടുതലും ഈ തെറ്റിപ്പൂവിൻ്റെ ആവശ്യം വരുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിലോട്ടല്ലേ. നമ്മൾ വെറുതെ ദോഷം വരുത്തി വെക്കണ്ടെന്ന് വെച്ച് അമ്മ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല അമ്മയെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇവളുടെ കളറ് അല്ലെങ്കിൽ ഇവളുടെ ഭംഗി എൻ്റെ കണ്ണിൽ നിന്ന് മാറുന്നതേയില്ല. ഞാൻ സൗണ്ട് കുറച്ച് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ വോയിസ് എടുക്കുന്നത് നൈറ്റായിരുന്നു എടുത്തത്. അതുകൊണ്ടാണ് വോയിസ് ഇച്ചിരി പതിയെയും കൂടിയും ഒക്കെ കേൾക്കുന്നത്. എൻ്റെ കൂട്ടുകാരെന്നോട് ക്ഷമിക്കണം. പിന്നെ അങ്ങനെ ഇവളുടെ വീഡിയോ ഒക്കെ കണ്ട് ഫോണിൽ കൂടെ കണ്ടപ്പോഴായിരുന്നു എനിക്കൊരു സന്തോഷമായിരുന്നു. പക്ഷേ എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ചാനലിൻ്റെ മുഖ്യധാര. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻസ് ഇടണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും കൂട്ടുകാരെ. ടാറ്റാ, ബൈ, സീ യു.